ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലൗഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC ബുള്ളറ്റിനിൽ വന്ന ജൂലൈ ആദ്യ ലക്കത്തിലെ സമകാലിക ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ദക്ഷിണ വ്യോമ കമാൻ മേധാവിയായി ചുമതലയേറ്റത് മനീഷ് ഖന്ന. ദക്ഷിണ വ്യോമ കമാൻ മേധാവിയായി ചുമതലയേറ്റത് മനീഷ് ഖന്ന. കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതി കാവൽ. കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ. സ്ഥാപക നേതാവിൻ്റെ ചിത്രം കറൻസിയിൽ നിന്ന് നീക്കം ചെയ്ത രാജ്യം ബംഗ്ലാദേശ്. സ്ഥാപക നേതാവിൻ്റെ ചിത്രം കറൻസിയിൽ നിന്ന് നീക്കം ചെയ്ത രാജ്യമാണ് ബംഗ്ലാദേശ്. നമുക്കറിയാം, ബംഗ്ലാദേശിൻ്റെ സ്ഥാപക നേതാവാണ് മുജീബുർ റഹ്മാൻ. ഇദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ബംഗ്ലാദേശ് കറൻസിയിൽ നിന്ന് നീക്കം ചെയ്തത്. കേരളത്തിലെ അങ്കമാലി ശബരി റെയിൽപാത പുനരുജ്ജീവിപ്പിക്കാൻ അനുമതി കിട്ടി. ശബരിമല തീർത്ഥാടകർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി 1997 തന്നെ അനുവദിച്ചതാണ് അങ്കമാലി ശബരി റെയിൽപാത. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഇത് യാഥാർത്ഥ്യമായില്ല. ഈ പദ്ധതിക്കാണ് ഇപ്പോൾ വീണ്ടും അനുമതി ലഭിച്ചിട്ടുള്ളത്. ഇതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ ഈ പദ്ധതി പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം, ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ജൂൺ 5 പരിസ്ഥിതി ദിനം. ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മലിനീകരണത്തിനെ തോൽപ്പിക്കുക എന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസ് നടക്കുന്നത് 2026 ഒക്ടോബർ 1 മുതലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസ് നടക്കാൻ പോകുന്നത് 2026 ഒക്ടോബർ 1 മുതലാണ്. UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിച്ചത് പാകിസ്ഥാന്. UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിച്ചത് പാകിസ്ഥാനാണ്. 2025 UN സമുദ്ര ഉച്ചകോടി നടന്നത് ഫ്രാൻസിലെ നീസിൽ. 2025 UN സമുദ്ര ഉച്ചകോടി നടന്നത് ഫ്രാൻസിലെ നീസിലാണ്. ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച വ്യക്തി അമിതാഭ് കാന്ത്. അമിതാഭ് കാന്ത് ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ഇസ്രായേൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യം ഓപ്പറേഷൻ സിന്ധു. ഇസ്രായേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ഇതിനു മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓപ്പറേഷൻ സിന്ധു. ഇസ്രായേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. നാവികസേനയുടെ ആദ്യത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് അർണാല. നാവികസേനയുടെ ആദ്യത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാണ് അർണാല. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള US-ൻ്റെ രഹസ്യ ദൗത്യം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന് പറയുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള US-ൻ്റെ രഹസ്യ ദൗത്യമാണ്. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകാൻ പോകുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. പ്രഥമ IGF ആർച്ചർ അമിഷ് അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് ലഭിച്ചത് ഇന്ത്യൻ ഡോക്ടറും എഴുത്തുകാരിയുമായ ഡോക്ടർ ശാലിനി മുള്ളിക്കിൻ്റെ നോവലായ ദി വേ ഹോം എന്ന കൃതിക്കാണ്. പ്രഥമ IGF ആർച്ചർ അമിഷ് അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് ലഭിച്ചത് ഇന്ത്യൻ ഡോക്ടറും എഴുത്തുകാരിയുമായ ശാലിനി മുള്ളിക്കിൻ്റെ നോവലായ ദി വേ ഹോം എന്ന കൃതിക്ക്. ബ്രിട്ടൻ്റെ ഉന്നത ബഹുമതിയായ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം നേടിയ മലയാളി ലീന നായർ. ബ്രിട്ടൻ്റെ ഉന്നത ബഹുമതിയായ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം നേടിയ മലയാളിയാണ് ലീന നായർ.
ചില്ലറ വ്യാപാര ഉപഭോക്തൃ മേഖലകളിലെ സംഭാവനകൾക്കാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. ചില്ലറ വ്യാപാര ഉപഭോക്തൃ മേഖലകളിലെ സംഭാവനകൾക്കാണ് ലീന നായർക്ക് ബ്രിട്ടൻ്റെ ഉന്നത ബഹുമതിയായ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം ലഭിച്ചത്. പ്രൊഫസർ MP മന്മഥൻ അക്ഷയ പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. പ്രൊഫസർ MP മന്മഥൻ അക്ഷയ പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 1,00,000 രൂപയും ശില്പവും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് അഖിൽ P ധർമ്മജൻ. അദ്ദേഹത്തിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് അഖിൽ P ധർമ്മജനാണ്. അദ്ദേഹത്തിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2025 തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീജിത്ത് മൂത്തേടത്താണ്. അദ്ദേഹത്തിൻ്റെ പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന കുട്ടികളുടെ നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീജിത്ത് മൂത്തേടത്താണ്. അദ്ദേഹത്തിൻ്റെ പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന കുട്ടികളുടെ നോവലിനാണ് ഈ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. സംഗീത സാംസ്കാരിക സബരിയുടെ പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും സംഗീത സംവിധായകനായിട്ടുള്ള ജെറി അമൽദേവുമാണ്. സംഗീത സാംസ്കാരിക സബരിയുടെ പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും സംഗീത സംവിധായകനായിട്ടുള്ള ജെറി അമൽദേവുമാണ്. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 2021 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയത് KG പരമേശ്വരൻ നായർ. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 2021 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയത് KG പരമേശ്വരൻ നായർ. എന്നാൽ 2022 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ആരാണ് 2022 ഏഴാച്ചേരി രാമചന്ദ്രൻ. 2021 KG പരമേശ്വരൻ നായർ, 2022 ഏഴാച്ചേരി രാമചന്ദ്രൻ. എന്നാൽ 2023 പുരസ്കാരം നേടിയത് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയത് ആരാണ്? അത് N അശോകനാണ്. 2023 പുരസ്കാരം നേടിയത് N അശോകനാണ്. ഹാരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം ഈയിടെ കണ്ടെത്തിയത് ഗുജറാത്തിലെ കച്ചിൽ നിന്നാണ്. എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിൽ നിന്നാണ് ഹാരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിനെ നയിക്കുന്ന ആദ്യ വനിതയാകുന്നത് ബ്ലെയ്സ് മെട്രവലിയാണ്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസ് അഥവാ AI6 നയിക്കുന്ന ആദ്യ വനിതയാണ് ബ്ലെയ്സ് മെട്രാവലി. ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്തിയെത്തിയ ഇന്ത്യക്കാരനായ വ്യക്തിയാണ് അശോക് എള്ളുസാമി. ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്തിയെത്തിയ ഇന്ത്യക്കാരനായ വ്യക്തിയാണ് അശോക് എള്ളുസാമി. അടുത്ത ചോദ്യം, മാലദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡറായി നിയമിതയായത് കത്രീന കൈഫ്. മാലദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡറായി നിയമിതയായത് കത്രീന കൈഫാണ്. G7 ഉച്ചകോടി നടന്നത് കാനഡയിലാണ്. G7 ഉച്ചകോടി നടന്നത് എവിടെയാണ്? അത് കാനഡയിലാണ്. അപ്പോൾ G7 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊരു ചോദ്യമാണ്. അപ്പോൾ G7 രാജ്യങ്ങളാണ് US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ. ഏതൊക്കെയാണ് G7 രാജ്യങ്ങൾ? US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ. അപ്പോൾ G7 ഉച്ചകോടി നടന്നത് കാനഡയിലാണ്. G7 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും ഓർത്തു വെക്കുക. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റത് ഡി രചനയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റത്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. വരുന്ന PSC എക്സാമുകളിൽ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് റേഡിയോ നെല്ലിക്ക. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും
കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിൽ. ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചത് ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് കമ്പനിക്കാണ്. ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചത് ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക്. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡിജിപിൻ ആവിഷ്കരിച്ചത് തപാൽ വകുപ്പാണ്. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡിജിപിൻ ആവിഷ്കരിച്ചത് തപാൽ വകുപ്പാണ്. ഡിജിപിൻ എന്ന് വെച്ചാൽ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഓക്കെ, അപ്പോൾ സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് തപാൽ വകുപ്പ് ആവിഷ്കരിച്ചതാണ് ഡിജിപിൻ. കാനഡ, ക്രൊയേഷ്യ, സൈപ്രസ് സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു. ആക്ച്വലി അത് ജൂൺ മാസത്തിൽ സന്ദർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ മാസത്തിൽ സന്ദർശിച്ച രാജ്യങ്ങളാണ് കാനഡ, ക്രൊയേഷ്യ, സൈപ്രസ് എന്നിവ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം 146 കോടി കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം 146 കോടി കടക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. നമുക്കറിയാം, ലോകരാജ്യങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമായിട്ടുണ്ടായത് ചൈനയാണ്. എന്നാൽ ഇപ്പോൾ ആ സ്ഥാനം ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതായത് ജനസംഖ്യ കൂടിയ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം 146 കോടി കടക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. വിദ്വേഷപ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി സംസ്ഥാനമാണ് കർണാടക. വിദ്വേഷപ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങിയ സംസ്ഥാനമാണ് കർണാടക. വിദ്വേഷപ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങിയ സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. അടുത്ത ചോദ്യം, ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. പോൾ വാൾട്ടിൽ 12ാം തവണയും ലോക റെക്കോർഡ് കുറിച്ച സ്വീഡിഷ് താരമാണ് എർമാൻ ഡുപ്ലാന്റിസ്. പോൾ വാൾട്ടിൽ 12ാം തവണയും ലോക റെക്കോർഡ് കുറിച്ച സ്വീഡിഷ് താരമാണ് എർമാൻ ഡുപ്ലാന്റിസ്. അടുത്ത ചോദ്യം, ജൂൺ മാസത്തിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച വനിതാ ടെന്നീസിലെ മുൻ ലോക 2ാം നമ്പർ താരം പെട്രോ ക്വിറ്റോവ. ജൂൺ മാസത്തിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച വനിതാ ടെന്നീസിലെ മുൻ ലോക 2ാം നമ്പർ താരമാണ് പെട്രോ ക്വിറ്റോവ. ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയ മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ മർക്കേറ്റ വെൻഡോസോവ. ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയ മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യനാണ് മർക്കേറ്റ വെൻഡോസോവ. ഉസ് ചെസ് കപ്പ് മാസ്റ്റേഴ്സ് 2025 ജേതാവായത് ആർ പ്രജ്ഞാനന്ദ. ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയാണ് ഉസ് ചെസ് കപ്പ് മാസ്റ്റേഴ്സ് 2025 ജേതാവായത്. ഈ സീസണിലെ ഇദ്ദേഹത്തിൻ്റെ 3ാമത്തെ കിരീടമാണ്. ഇതോടെ പ്രജ്ഞാനന്ദ ലോക ചെസ് റാങ്കിങ്ങിൽ 4ാമതെത്തി. എത്രാമതെത്തി? 4ാമതെത്തി. ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ അത് 1ാം സ്ഥാനത്തായി. ഇന്ത്യയിൽ 1ാം സ്ഥാനത്തും ലോക ചെസ് റാങ്കിങ്ങിൽ 4ാമതും എത്തിയത് ആരാണ്? ആർ പ്രജ്ഞാനന്ദ. ഉസ് ചെസ് കപ്പ് മാസ്റ്റേഴ്സ് 2025 ജേതാവായത് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ. ഈയിടെ ശ്രീലങ്കൻ പാർലമെൻറ്റ് ആദരിച്ച മലയാള നടനാണ് മോഹൻലാൽ. മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ 2-3 ദിവസങ്ങളിലായിട്ട് നമുക്കറിയാം 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചു. അപ്പോൾ 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മോഹൻലാലാണ്. മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മോഹൻലാലാണ് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത്. ഇന്ത്യൻ സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും വലിയ ബഹുമതിയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ. അടൂർ ഗോപാലകൃഷ്ണന് ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് 2004 അടൂർ ഗോപാലകൃഷ്ണന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത് 2004 അടൂർ ഗോപാലകൃഷ്ണനാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി. ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന് 2004 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം മലയാളത്തിലെ ഈ ബഹുമതി നേടുന്ന വ്യക്തിയാണ്, നടനാണ് ആര്? നമ്മുടെ സ്വന്തം
മോഹൻലാൽ. ഇനി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ചലച്ചിത്രത്തിൻ്റെ പിതാവായി വിശേഷിക്കപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ 100ാം ജന്മവാർഷികമായ 1969 മുതൽ നൽകി വരുന്ന ഒരു പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാരാണ്? ആര്യാടൻ ഷൗക്കത്താണ്. അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായിരുന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ അക്ഷരമുദ്ര പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അഥവാ എയ്മയുടെ അക്ഷര പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 50,000 രൂപയാണ് പുരസ്കാര തുക. 50,000 രൂപയാണ് പുരസ്കാര തുക. ആക്സിയം ഫോർ വിക്ഷേപണ ദൗത്യം വിജയകരം. ആക്സിയം ഫോർ വിക്ഷേപണ ദൗത്യം വിജയകരമായിരുന്നു. 41 വർഷത്തിനു ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. 41 വർഷത്തിനു ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ആക്സിയം ഫോർ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയ്ക്ക് ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അപ്പോൾ 41 വർഷത്തിനു ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും ശുഭാംശു ശുക്ലയാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും ശുഭാംശു ശുക്ലയാണ്. സാങ്കേതിക തകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങളും നിമിത്തം 6 പ്രാവശ്യം നിർത്തിയ ഒരു ദൗത്യമാണ് ആക്സിയം ഫോർ. അതാണ് 2025 ജൂൺ 25 യാഥാർത്ഥ്യമായത്. 2025 ജൂൺ 25 യാഥാർത്ഥ്യമായത്. ആക്സിയം ഫോർ വിക്ഷേപണ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്തെത്തിയത് നമ്മൾ പറഞ്ഞു. ഈ ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റാണ് ശുഭാംശു ശുക്ല. ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അമേരിക്കയുടെ പെഗ്ഗി വിറ്റ്സൺ, അതുപോലെ പോളണ്ടിൻ്റെ സ്ലാവോസ് ഇസ്നാസ്കി വിസ്നിസ്കി, അതുപോലെ ഹംഗറിയുടെ ടിബോർ കാപ്പു എന്നിവരും ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു. സഞ്ചരിച്ച പേടകത്തിന് നൽകിയ പേരാണ് ഗ്രേസ്. ആക്സിയം ഫോർ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇവരൊക്കെ സഞ്ചരിച്ച പേടകത്തിന് നൽകിയ പേരാണ് ഗ്രേസ്. തദ്ദേശീയമായി വികസിപ്പിച്ച 50 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള രുദ്രാസ്ത്ര ഡ്രോണിൻ്റെ പരീക്ഷണം വിജയകരമായിരുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ച 50 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഡ്രോണാണ് രുദ്രാസ്ത്ര. ഓക്കെ, അടുത്ത ചോദ്യം. അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മനില. ഇത് സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീനിലാണ്. ഫിലിപ്പീനിലാണ്. അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ചത് ആരാണ്? ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മനിലയാണ്. മനില സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീനിലാണ്. നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം LNG ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. 1960കളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടൻ GP രവി ജൂണിൽ അന്തരിച്ചു. 1960കളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടൻ GP രവി ജൂണിൽ അന്തരിച്ചു. സിംഗപ്പൂർ വെച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PSC ബുള്ളറ്റിനിലെ ജൂലൈ ആദ്യ ലക്കത്തിലെ സമകാലിക ഭാഗത്തുണ്ടായത്. അപ്പോൾ ഇതൊക്കെ നന്നായി പഠിക്കുക. വരും PSC പരീക്ഷകളിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് സർവീസിൽ കയറാൻ പറ്റട്ടെ. താങ്ക്